എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ബൊറൂട്ടോ അവൻ ഇക്കടയോട് പറയും, എനിക്കൊരിക്കലും മിസുകാഗയുടെ തല അത് തരാനായിട്ട് കഴിയില്ല. അദ്ദേഹത്തെ മിസ്റ്റ് വില്ലേജിന് ആവശ്യമുണ്ട്. മിസ്റ്റ് വില്ലേജിന്റെ പടനായകനും ിക്കുന്നവനുമാണ് മിസുകാക. സോ അദ്ദേഹത്തിന് പകരം എൻ്റെ തല തരാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ സിസ്റ്ററിന്റെ മരണത്തിന് ഉത്തരവാദിയും അതുപോലെ ആ കുഞ്ഞി പയ്യന്റെ പപ്പയുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണ്. സോ നീ എടുക്കേണ്ട ജീവൻ അതെൻ്റെതാണെന്ന് പറയും. ഇത് കേട്ട് മീറ്റ്സുകയും സാറുടെയും അവർ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. സാറുടെ ആണെങ്കിൽ ബൊറൂട്ടോടെ കൈ പിടിച്ച് വലിക്കും. ബൊറൂട്ടോ, നീ എന്തായി പറയണേ? കാരണവശാലും നിന്നെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാനാണ് നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ. ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പൊ തന്നെ നമുക്കിവിടെ വിട്ടു പോകണം. ലീഫ് വില്ലേജിന് ഈ ഒരു വാറിൽ യാതൊരു കാര്യവുമില്ല. ഉടനെ മീറ്റ്സുകയും അത് തന്നെ പറഞ്ഞ് ബൊറൂട്ടോയെ തിരികെ വിളിക്കുകയാണ്. ഇക്കടെയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ചിരിക്കും. സത്യത്തിൽ ബൊറൂട്ടോ, നീ തമാശ പറയാണോ? എനിക്ക് മിസുകാക്ക് പകരം നിന്റെ ജീവനാണെങ്കിലും കിട്ടിയാൽ മതി. പക്ഷേ നിന്റെ ഈ ഡ്രാമയൊന്നും കണ്ട് ഞാൻ കൺവിൻസ്ഡ് ആവില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ടേൺ ചെയ്ത് അവന്റെ പപ്പയോട് അവരുടെ ഡിവൈസിൽ ചക്ര പവർ അത് ഫില്ലായോ ചോദിക്കും. അതിന് പപ്പയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫില്ലാവാറായെന്ന് മറുപടി പറയും. ബൊറൂട്ടോ ആണെങ്കിൽ മീറ്റ്സുകയോടും സാറുടെയോടും പുറകിലേക്ക് മാറി നിൽക്കാൻ പറയും. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്കൊരിക്കലും ിക്കാൻ പേടിയില്ല. മരണം അത് ധീരന്മാർക്കുള്ളതാണ്. ഈ മരണം ഞാൻ ഏറ്റെടുക്കുന്നത് ഒരുപാട് പേരുടെ മരണം അത് ഒഴിവാക്കാനാണ്. സോ ഇതിന് കഴിയുമെങ്കിൽ അതാണ് ഈ ലൈഫിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് അവൻ ഒരു സെക്കൻഡ് അവൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളെ എല്ലാം ആലോചിക്കും. അവർക്കെല്ലാം ജീവൻ നഷ്ടപ്പെട്ട കാര്യം അത് ആലോചിച്ച് അവൻ മരിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. പോയ ലീഡർ വില്ലന്റെ അസിസ്റ്റന്റ് അവനാണെങ്കിൽ ഇപ്പോൾ ഇക്കടയോട് പറയും, ഇവനാണ് ഞങ്ങളുടെ മാസ്റ്ററിനെ കൊന്നത്. സോ ഇവന്റെ മരണം അത്ര നിസ്സാരമാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനും അവന്റെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഇപ്പൊ ബൊറൂട്ടോയെ പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറം തല്ലുകയാണ്. മീറ്റ്സുകയും സാറുടെയും അത് തടയാനായിട്ട് ശ്രമിക്കും. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവരോട് മാറി നിൽക്കാൻ പറയാണ്. ഇവിടെ സോൾജിയേഴ്സ് എല്ലാവരും ചേർന്ന് ബൊറൂട്ടോയെ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. ദൂരത്തായിട്ട് കൊവാഗി അവനാണെങ്കിൽ ആ കാഴ്ച കണ്ട് സഹിക്കില്ല. ഓ നോ ബൊറൂട്ടോ, അവൻ എന്ത് പൊട്ടത്തിനായി കാണിക്കണേ? ആ മെയിൻ വില്ലനെ ഞാൻ എൻ്റെ കൈകൊണ്ട് കൊല്ലും. തീർച്ചയായിട്ടും ഞാൻ തന്നെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് കൊവാഗി മുകളിലേക്ക് കയറും. ആ ഫാദർ വില്ലനാണെങ്കിൽ ഹാപ്പി ആയിട്ട് ബൊറൂട്ടോയെ എല്ലാവരും ചേർന്ന് തല്ലി കൊല്ലുന്നത് നോക്കി നിൽക്കുകയാണ്. ഇവിടെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അടിയിടിയൊക്കെ കിട്ടി അങ്ങനെ ബോധം നഷ്ടപ്പെട്ട് വീണ് കിടക്കും. മീറ്റ്സുകയും സാറുടെയും അവരോടി വന്ന് ഇപ്പൊ ബൊറൂട്ടോയെ താങ്ങി എടുക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. സാറുടെ ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് കേൾക്ക്. നിന്നെ കൊണ്ട് ഒരിക്കലും ഇതിന് കഴിയില്ല. നീ മരിച്ചാലും ഇവർ ഈ ഒരു വാറ് അത് സ്റ്റോപ്പ് ചെയ്യൂ എന്നതിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ പിന്മാറാതെ വീണ്ടും അവരെ രണ്ടുപേരെയും ദൂരേക്ക് മാറ്റി ഇക്കടയുടെ അടുത്തേക്ക് വരികയാണ്. ഇക്കട ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, ഇനി റിവഞ്ച് ചെയ്യാനുള്ളത് ഇവനാണ്. എന്റെ പപ്പയാണ് നീ ഇല്ലാതാക്കിയത്. സോ പൂർണ്ണ അവകാശവും അത് ഞാൻ ഇവന് വിട്ടുകൊടുക്കുകയാണ്. നീ ആ കാണുന്ന സ്പെഷ്യൽ പൊസിഷനിലേക്ക് മാറി നിൽക്കാൻ പറയും. അത് കേട്ട് ബൊറൂട്ടോയും ഇപ്പോൾ ഒരു പ്രത്യേക ഭാഗത്തേക്ക് നടന്നു വരികയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ആ സ്ഥലത്ത് കയറി നിന്ന് ടേൺ ചെയ്ത് ഇക്കടയോട് പറയും, എന്റെ മരണത്തോടു കൂടെ ഈ വാറ് അത് അവസാനിക്കണം. ഇവിടെ മിസുകാക ആളാണെങ്കിൽ ഈ കാഴ്ചയെല്ലാം കണ്ട് കൺട്രോൾ പോയി നിൽക്കുകയാണ്. ഓ നോ ബൊറൂട്ടോ, നീ എന്തായി ചെയ്യണേ? ഒരു കാരണവശാലും നിന്റെ ജീവൻ അത് പോകാനായിട്ട് പാടില്ല. അവരുടെ ഇടയിൽ നെഗോസിയേഷൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. എത്രയും വേഗം യുദ്ധം അത് ആരംഭിക്കണമെന്ന് പറയും. ഒരു ഭാഗത്ത് ഡെങ്കിയാൻ ടീമാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ അന്വേഷിച്ച് കടലിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ചിന്നപ്പയ്യനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ബൊറൂട്ടോ അവൻ ആ ചിന്നപ്പയ്യനോട് പറയും, നിന്നോട് ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ഇപ്പൊ ചെയ്യാൻ പോകുന്ന തെറ്റിലൂടെ ഈ ഒരു പ്രശ്നം അത് പരിഹരിക്കപ്പെടണമെന്ന് പറയും. ഇക്കടെയാണെങ്കിൽ ബൊറൂട്ടോട് പറയും, തീർച്ചയായിട്ടും നീ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് വെറുതെ ഇരിക്കാനായിട്ട് പോകുന്നില്ല. അവർ റിവഞ്ച് എടുക്കും. അതിന് ബൊറൂട്ടോ പറയും, ഒരു കാരണവശാലും അവരങ്ങനെ ചെയ്യില്ല. എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ നന്നായിട്ട് അറിയാം. ചിന്നപ്പയ്യനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ തള്ളിയിടാനായി അവന്റെ കൈ അങ്ങനെ നീട്ടിക്കൊണ്ടുവരികയാണ്. പയ്യനെ കൊണ്ടാണെങ്കിൽ ബൊറൂട്ടോയെ തള്ളിയിടാൻ കഴിയില്ല. അതിന് ബൊറൂട്ടോ അവന്റെ കയ്യിൽ തൊട്ട് പറയും, ഈ രക്തക്കറ അത് നിന്റെ കയ്യിലാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. ദൂരത്തു നിന്നായിട്ട് മീറ്റ്സുകയും ഇവാബയും ഡെങ്കിയും അവരാ കാഴ്ച കണ്ട് ഷോക്കായി ഇപ്പോ കപ്പല് അവരുടെ ബോട്ട് അത് ബൊറൂട്ടോടെ നേരെ അടുപ്പിക്കുകയാണ്. ഇവിടെ ഇക്കടെയാണെങ്കിൽ മീറ്റ്സുകയോടും സാറുടെയോടും പറയും, എന്തുപറ്റി നിങ്ങൾക്കിപ്പോ ഞങ്ങളോട് ഒരു പകയൊക്കെ തോന്നില്ലേ? ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറയും. അതിനവരാണെങ്കിൽ അങ്ങനെ മുട്ടുകുത്തി താഴെയിരിക്കും. സോൾജേഴ്സ് ആണെങ്കിൽ ഒരുപാട് കത്തിയൊക്കെ അവർക്ക് നേരെ വലിച്ചെറിയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് റിവഞ്ച് തീർക്ക്. അത് കേട്ട് ഇപ്പോ മീറ്റ്സുകയുടെ സേജ് പവർ അത് അവേക്കനാവും. പക്ഷെ അതുപോലെ തന്നെ അവനതിനെ കൺട്രോൾ ചെയ്യും. സാറുടെ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, അതെ എനിക്കിപ്പോ നിന്നോട് അടങ്ങാത്ത പകയുണ്ട്. തീർച്ചയായിട്ടും
നിന്നെ ഇല്ലാതാക്കാനുള്ള വെറുപ്പ് അതെൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ബൊറൂട്ടോയ്ക്ക് കൊടുത്ത വാക്ക് അത് ഞങ്ങൾക്ക് പാലിക്കാതിരിക്കാനാവില്ല. അവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി അവൻ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത കാര്യമാണ് ഈ ഫൈറ്റ് മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം സഹിച്ച് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയും. അതിന് അവനാണെങ്കിൽ ടെററായിട്ട് പറയും, നിങ്ങളുടെ ഫീലിങ്സ് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് എനിക്കും എൻ്റെ സിസ്റ്ററിനെ നഷ്ടമായത്. നിങ്ങൾ ബൊറൂട്ടോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വേർപാട് അത് നിങ്ങളിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ആരും നിങ്ങളെ തടയില്ല. മരണം ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവനങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഇക്കടയുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ അത് കേട്ട് ഷോക്ക് ആവുകയാണ്. മാസ്റ്റർ, നിങ്ങൾ എന്തായി പറയണേ? ഒരു കാരണവശാലും നിങ്ങളുടെ ദേഹത്ത് പോറിൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. കാരണം ഞങ്ങളുടെ ക്ലാന്റെ കിങ് അത് നിങ്ങളാണ് ഞങ്ങൾക്ക് വഴി കാട്ടേണ്ടത്. ഇക്കടെയാണെങ്കിൽ തീർത്ത് പറയും, അവർക്ക് എന്നെ കൊല്ലാനുള്ള സർവ്വ അധികാരമുണ്ട്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ബ്രദറിനെയാണ്. എനിക്ക് എൻ്റെ സിസ്റ്ററിനെ നഷ്ടപ്പെട്ടപ്പോൾ എന്ത് വികാരം തോന്നിയോ അതേ വികാരം തന്നെ ഇപ്പോൾ അവരുടെ ഉള്ളിലും ഉണ്ട്. അതവർ പുറത്തെടുക്കണം. ഇതിനൊരു കാരണവശാലും നിങ്ങളാരും ഒരു തടസ്സമായി നിൽക്കാൻ പാടില്ല. അടുത്ത നിമിഷം സാറുടെ ആണെങ്കിൽ അവളുടെ ശരീരം കണ്ണ് അത് ഓപ്പൺ ചെയ്ത് വെപ്പൻ കയ്യിലെടുക്കുകയാണ്. അതുപോലെ തന്നെ മീറ്റ്സുകയും അവനും അവൻ്റെ സ്ക്വാഡ് കയ്യിലെടുക്കും. ഇവിടെയാണെങ്കിൽ അത് കണ്ട് ടെററായിട്ട് ചിരിക്കുകയാണ്. എനിക്കറിയാം ഈ പക വെറുപ്പ് അതൊരിക്കലും ആരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന്. നിങ്ങൾക്കല്ലേ കൊല്ലണമല്ലേ? നിങ്ങൾക്കിപ്പോൾ എന്നെ കൊല്ലണമല്ലേ? ധൈര്യമായിട്ട് എന്നെ കൊല്ലാമെന്ന് പറയും. അടുത്ത നിമിഷം സാറുടെയും മീറ്റ്സുകയും അവരുടെ വെപ്പൻസ് താഴെയിടും. ശരീരം കണ്ണാണെങ്കിൽ നോർമലാവും. ഞങ്ങൾക്ക് നിന്നെ കൊല്ലാനായിട്ട് കഴിയില്ല. അത് ഞങ്ങൾ ബൊറൂട്ടോയ്ക്ക് കൊടുത്ത വാക്കാണ്. ഒരു കാരണവശാലും ആ വാക്ക് ഞങ്ങൾ തെറ്റിക്കില്ല എന്ന് പറയും. അത് കേട്ട് കൺട്രോൾ പോയ ആ കുഞ്ഞു പയ്യൻ അവൻ ഓടി വന്ന് ഇക്കടെ ടൈറ്റായിട്ട് ഹഗ് ചെയ്യാണ്. മാസ്റ്റർ, ഞാൻ അവനെ കൊന്നത് അത് ശരിയാണോ? എനിക്കിപ്പോൾ അതിലെന്തൊക്കെയോ ചില ഫീലിങ്സ് തോന്നുന്നു പറഞ്ഞ് അവൻ കരയാനായിട്ട് തുടങ്ങും. അത് കേട്ട് ഇക്കടയുടെ കൺട്രോൾ പോവും. അവൻ പതിയെ മുകളിലേക്ക് നോക്കി അവൻ്റെ സിസ്റ്ററിനെ ഒരു നിമിഷം ആലോചിക്കുകയാണ്. അതിനുശേഷം ഇടയിൽ അവൻ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. അവൻ്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഷോക്കായി ആ വെള്ളത്തിലേക്ക് നോക്കും. ഇവിടെ ഇക്കട അവൻ്റെ ഡ്രാഗൺ രൂപത്തിൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്ന ബൊറൂട്ടോയുടെ അടുത്തേക്ക് കൊതിച്ചു പായാണ്. ബൊറൂട്ടോയുടെ അടുത്തേക്ക് ഇപ്പോൾ നല്ലൊരു വെളിച്ചം വീശി അടിക്കും. ബൊറൂട്ടോ പതിയെ അവൻ്റെ കണ്ണുകൾ അങ്ങനെ തുറക്കും. അടുത്ത നിമിഷം ഇക്കട അവനെ തൂക്കിയെടുത്ത് ഡ്രാഗണായി മാറി മുകളിലേക്ക് പറന്നുയരാണ്. അവൻ്റെ ആ ഒരു പവറും സ്ട്രെങ്ത്തും ഒക്കെ കണ്ട് നമ്മുടെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസായി അവനെ തന്നെ നോക്കും. ഇക്കടയാണെങ്കിൽ ഞൊട്ടിയിടയിൽ ബൊറൂട്ടോയെ സേഫായി ആ കപ്പലിൽ ഇറക്കുകയാണ്. ഇക്കട ബൊറൂട്ടോട് പറയും, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നീ ഇപ്പോൾ സേഫാണ്. നമ്മുടെ ഒരു വലിയ യുദ്ധത്തിൽ നീ ജയിച്ചിരിക്കുകയാണ് ബൊറൂട്ടോ. നീ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. നിന്റെ ഫ്രണ്ട്സ് നിന്റെ ജീവൻ നഷ്ടപ്പെടുകയാണെന്ന് അറിഞ്ഞപ്പോൾ പോലും എന്നോട് പ്രതികാരം ചെയ്തില്ല. അതാണ് യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ നന്മയും. അത് നിന്നിലൂടെയും നിന്റെ ഫ്രണ്ട്സിലൂടെയും ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഹഗ് ചെയ്യാണ്. അതേസമയം അവൻ്റെ ഫാദർ വില്ലൻ അവൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് സഹിക്കാതെ പല്ലൊക്കെ എറുമി ഫുൾ കലിപ്പിൽ നിൽക്കുകയാണ്. ആരുടെ ഓടി വന്ന് ഇപ്പൊ ബൊറൂട്ടോയെ ഹഗ് ചെയ്യും. അതിനുശേഷം ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും ഇനി നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കൊണ്ട് അത് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മേറ്റ്സുകയും അവനെ ഹഗ് ചെയ്യുകയാണ്. ഇവിടെ ആ അസിസ്റ്റന്റ് വില്ലൻ അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇക്കടയോട് ചോദിക്കും, മാസ്റ്റർ, നിങ്ങൾ എന്തായി ചെയ്യണേ? നമ്മുടെ ഇതിനായിട്ടുള്ള ഒരുപാട് പേരെ കൊന്നവനാണ് ഇവനെ ഒരു കാരണവശാലും നിങ്ങളെ രക്ഷിക്കാനായിട്ട് പാടില്ലായിരുന്നു. അങ്ങനെ ഇക്കടെയാണെങ്കിൽ അവൻ്റെ ആൾക്കാരോട് പറയും, ഇതോടുകൂടെ ഈ യുദ്ധം ഇവിടെ അവസാനിക്കുകയാണ്. പരസ്പരം ഇനി ഫൈറ്റ് ചെയ്യാനോ ആരെങ്കിലും കൊല്ലാനോ പാടില്ല. അവർ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. സോ നമ്മളും ഇനി യുദ്ധം ആഗ്രഹിക്കുന്നില്ല. സോൾജിയേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ അവരുടെ വെപ്പൻസ് താഴേക്കിടും. അത് കണ്ട് ദേഷ്യം കൂടിയ ആ ഫാദർ വില്ലൻ അവൻ ദേഷ്യപ്പെട്ട് പറയും, ഇക്കടാ, നിന്നിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അവസാന സമയം നീയും എന്നെ ഡിസപ്പോയിന്റ് ചെയ്തു. പക്ഷേ ആ ഒരു ഐലാൻഡ് അത് തകർക്കാൻ അതിനെനിക്ക് ഈ വെപ്പൻ മാത്രം മതിയെന്ന് പറഞ്ഞ് ആളാ വെപ്പൻ തയ്യാറാക്കുകയാണ്. അടുത്ത നിമിഷം കവാക്കി അവൻ ആ ഡോർ തള്ളി തുറന്ന് ഫാദർ വില്ലന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കഴുത്തിൽ ആഞ്ഞു വെട്ടുകയാണ്. യുദ്ധം അത് അവസാനിച്ചു എന്ന് പറഞ്ഞത് നീ കേട്ടില്ലേ? ബൊറൂട്ടോ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് തീർത്ത് പറയും, ഇന്നു മുതൽ നമ്മളെല്ലാവരും ഒന്നാണ്, നമുക്കിടയിൽ യുദ്ധമില്ല. അത് കേട്ട് അവര് കരയാൻ തുടങ്ങും. ഇവിടെ മിസുകാഗി ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും ഇംപ്രസ്ഡായി ആളുടെ അസിസ്റ്റൻസിനോട് പറയും, നമ്മളും നമ്മുടെ യുദ്ധം അത് അവസാനിപ്പിക്കുകയാണ്. കാഗുറ ആഗ്രഹിക്കുന്നത് സമാധാനം മാത്രമാണെന്ന് പറയും. അതേസമയം ഇവിടെ ഉംടാനും അവളുടെ സ്ക്വാഡ് താഴേക്ക് ഇടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഇക്കടയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും പഴയതുപോലെ ക്യാഷ്വലായി ഹാപ്പിയായി സംസാരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.